ആംഗിളിലൂടെ നോക്കിയൊക്കെ വരപ്പൊലിയുണ്ട്. ജീവനെ പോലെയാ. ഓരോരുത്തരും ഓരോന്ന് ഒന്ന് നല്ലോണം നോക്കിയ നല്ലോണം നോക്കിയ അരപ്പൊലിയുണ്ട്. മുന്നോട്ടിരിക്കുക. ചക്കൻ വിചാരിക്കുന്ന തലപ്പത്തിലാണ്ടാവും. പരപ്പൊലിയുണ്ട്. ഇവിടെ ഞാൻ പപ്പാസ് കണ്ടതൊക്കെ ഞാൻ തടിച്ചില്ല എന്ന് പറഞ്ഞു. എനിക്ക് കയറാൻ പറ്റാത്തത് ആകെ ഇച്ചിരി വയറേ ഉള്ളൂ. അടി വേറെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്രയും കിടക്കില്ല. ഞാനിവിടെ മൂലക്കെ ആയിരിക്കുന്നത് കണ്ട. നടുക്ക് ഇത്ര സ്ഥലത്തെ ഞാനുള്ളൂ. ആ ചായക്കാരൻ ചേട്ടൻ വന്നേ. നോക്കിയില്ല, പോയി. അവിടെ ഉള്ളൂ ചായ കൊണ്ടുവരാൻ. പിന്നെ 2-3 മാങ്ങ കൊണ്ടുവരാൻ കുറച്ച് പെണ്ണുങ്ങൾ. കടലയൊക്കെ തിന്നാൻ പേടിയാണ്, വയറിന് പിടിക്കാത്തതുകൊണ്ട് ഞാൻ ആകെ വട മാത്രമേ കഴിച്ചു. നല്ല അടിപൊളി വടയുടെ എന്ത് ടേസ്റ്റാണെന്നറിയോ, എവിടെ നിന്നൊന്നും അറിയില്ല. വന്നപ്പോൾ കഴിച്ചത് വാങ്ങി വെച്ചാൽ മതിയായിരുന്നു. ഫുഡ് കഴിച്ചില്ല, എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. പൂരി കഴിച്ചു രാവിലെ. ഉച്ചയ്ക്ക് വട കഴിച്ചു. എൻ്റെ അമ്മ കേട്ടോ, അതിലപ്പോൾ സങ്കടം വരും. വീഡിയോ ആയതുകൊണ്ട് അമ്മ കേൾക്കും. പിന്നെ ഇന്നലെ എൻ്റെ ലൈവ് അമ്മ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ല വീട്ടിൽ ഇന്നലെ അമ്മയില്ലായിരുന്നു. ലൈവ് അമ്മ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അനിയത്തി പറയുന്നുണ്ടായിരുന്നു, നിനക്ക് മെസ്സേജ് നിൻ്റെ ലൈവ് അമ്മ കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ നോക്കുക. അമ്മയ്ക്ക് ലൈവ് അറിയില്ല എടുക്കാനായിട്ട്. അമ്മ രാത്രി ലൈവിൽ എപ്പോഴും പ്രെയർ കാണലുള്ളൂ. ഞാനിങ്ങനെ ലൈവിൽ വരുമെന്ന് അമ്മ അറിയില്ല. അമ്മ ഇങ്ങനെ കേട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്നോടൊന്നും ചോദിച്ചില്ല. പിന്നെന്തോ തിരക്കിലാന്ന് മനസ്സിലായി. നാളത്തെയുള്ള പ്രോഗ്രാമിൻ്റെ തിരക്കിലാന്ന് മനസ്സിലായി. ബാക്കി ഡീറ്റെയിൽസൊക്കെ ലൈവിൽ പറയാം കേട്ടോ. ഇതിലൂടെ പറഞ്ഞാൽ വള്ളിപ്പുള്ളി തൊടാണ്ട്. ഇപ്പം എന്നെ നോക്കലില്ലാന്ന് തോന്നുന്നു വീഡിയോസ്. കേട്ട് അമ്മ മടുത്തു. ഏതെങ്കിലും ചെക്കനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒളിച്ചോടി പോയെങ്കിൽ പണ്ടാരക്കാലത്ത് നിന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൂലാന്ന് അമ്മയ്ക്കെല്ലാം അറിയാവും. അപ്പം പബ്ബാസിൻ്റെ തലക്കിരിക്കുകയെന്ന് അറിയാം. പാവം പബ്ബാസ്. ഇപ്പോഴായിരിക്കും ബാക്കിയുള്ള ചെക്കന്മാരെ ഓർക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ നമ്മളെ പറ്റിച്ചത്. ഒട്ടത്തെ വഞ്ചേക്ക് കാലമടത്തി കൊതിപ്പിച്ച് കളഞ്ഞു കിടക്കുന്നല്ല. അബ്ബാസിന് അങ്ങനെ ഒന്നുമില്ല. അബ്ബാസ് ഞാനും ഡയറക്റ്റ്ലി തീരുമാനം എടുത്താണ്. അല്ല അബ്ബാസ്, ഏട്ടാ ഇഷ്ടാന്ന് അറിയാണ്ട് നിനക്ക് ഭാര്യയുണ്ടെന്ന്. ഞാൻ പറഞ്ഞ സാരില്ല, ഞാൻ അവളെ ഒഴിവാക്കും. ഇത്ര നാളുകളോ ഒന്നിച്ച് ജീവിച്ചില്ല, മതി ഇനി ജീവിച്ചത് കൂടി എന്ന് പറഞ്ഞാൽ അടിച്ചറക്കുമെന്ന് പറഞ്ഞു. ഞാനും കയറിയില്ല. ഇത്ര നാളും ജീവിച്ചില്ല, അതൊക്കെ മതി, അത്രയൊക്കെ ജീവിച്ചാൽ ഇനി എൻ്റെ അപ്പുറം അല്ലേ അബ്ബാസേ? വിശ്വാസന നല്ല മറുപടി വെക്കപ്പെടാം. ഇവിടെ ഇനി ഞാൻ മറ്റേ ഇപ്പം ചെയ്യുന്നില്ല, അതുപോലെ ചെയ്യേണ്ടി വരുമോ? നല്ലോണം മുടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പോഴാണ് മനസ്സിലായത്. അത് എല്ലാം കൂടെ കെട്ടി വെച്ചിട്ട് അല്ലെ വേറൊരു സംഭവം ചെയ്യണം. പിന്നെ ആംഗിളിൽ എങ്ങനെയുണ്ട് ചോദിക്കാനാണ് വന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഏതെങ്കിലും ആംഗിളിൽ എന്തെങ്കിലും കണ്ടിട്ട് ആരെങ്കിലും സ്വാമി പേടിച്ച് കിളി പോയതാണോ എന്നറിയില്ല. എവിടെയോ എന്തോ കിളി പോയിട്ടുണ്ട്. ആരുമില്ലടാ ട്രെയിനിൽ. നിങ്ങളെ റെയിൽവേക്കാര് ആരുമില്ലാത്ത ട്രെയിൻ എന്തിനാണ് ഈ ബുക്കിങ് കൊടുക്കുന്നത്? ലോങ് ജേണി ഉള്ളവർക്ക് മാത്രം ടിക്കറ്റ് കൊടുക്കുക, അല്ലാത്തവർക്കൊക്കെ ഈ സിറ്റിംഗ് സീറ്റ് മാത്രം കൊടുത്താൽ പകലിരിക്കാനുള്ള സിറ്റിംഗ് സീറ്റ് മാത്രം. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് കേട്ടോ. ഈ ട്രെയിൻ ഇപ്പോൾ ഡൽഹി വരെ പോകുന്നുണ്ടെങ്കിൽ നിയർ ഡൽഹി ഒരു 2-3 കിലോമീറ്റർ ബാക്ക് വരെയുള്ളവർക്ക് മാത്രം ഇങ്ങനത്തെ സീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റ് മാത്രം കൊടുക്കുക. ഒറ്റ ആൾക്കാരില്ല. ഞാനിപ്പോൾ മുതൽ ആരുമില്ല. ട്രെയിനിൽ നിർത്തിയപ്പോഴും ടിക്കറ്റ് ബുക്കിംഗ് ഇല്ല. കഷ്ടപ്പെട്ടാണ് എൻ്റെ ഫ്രണ്ട് പോയിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്തു തന്നത്. ഞാനാണെങ്കിലും ശരി, അത് വെളുപ്പിനെ പോയി തൽക്കാലം എടുത്തത്. രാവിലെ പോകണം നിന്ന് 11:30 അവിടെ നിന്ന് അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നത്. അപ്പം അങ്ങനെ ഒക്കെ നമുക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ. നമ്മളായാലും പോയിട്ടെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും, മറ്റൊരാളെ കൂടെ ബുദ്ധിമുട്ടിക്കേണ്ട അവസ്ഥയല്ലേ. എനിക്കങ്ങനെ കംപ്ലീറ്റ് കിടന്ന് ഓടാൻ പറ്റില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ പാവം പോയി ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. ഇന്നലെ ഞാൻ ആ ഡ്രസ്സിൻ്റെ വർക്കിലല്ലായിരുന്നോ,
അപ്പോൾ വഴക്കിട്ടാ ഞാൻ ഇതാക്കിയത്. ഞാൻ എല്ലാവരോടും വഴക്കടിക്കില്ലല്ലേ. അപ്പോൾ പോയി എടുത്തോണ്ട് വന്ന് പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു ഫ്രണ്ടൊക്കെ ഉള്ളത് നല്ലതല്ലേ. കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ഫ്രണ്ടായിട്ടിരുന്നിരിക്കണം. കാരണം ഇപ്പം എനിക്കങ്ങനെ ഔട്ട്സൈഡ് ഫ്രണ്ട്സ് കുറവാണ്. വെറും മൈന്യൂട്ടറായിട്ട് ഫ്രണ്ട്സേ ഉള്ളൂ. ഇപ്പോഴാണ് ഇപ്പോഴെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഇപ്പോഴൊക്കെയാണ് മനസ്സിലായ ഇത്രയും ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുന്നത്. നല്ലോണം മനസ്സിലാക്കുന്നത് എന്തും തുറന്നു പറയാൻ പറ്റും. എന്തും അങ്ങനത്തെ ഫ്രണ്ട്സിനെ കിട്ടുന്നത് ഇപ്പോഴാണ് മനസ്സിലായ. എന്ത് ചളിയും പറയാം. എൻ്റെ മനസ്സ് ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നത്. ചിലരത് നെഗറ്റീവ് തോട്ടായിട്ടൊക്കെ എടുക്കാം, തമാശ പറയുകയാണെങ്കിലും. ഇപ്പം പാറക്കണയുടെ ഏമ്പറി പോയി അടിച്ചാലോടി രണ്ട് കുട്ടിയാ എന്താണ് അപ്പം പറയും. എന്നിട്ട് ഞാൻ തന്നെ പറയട്ടെ എങ്ങനെയാണ് കയറിയിട്ട് ചോദിക്കണേ എന്നൊക്കെ പറഞ്ഞ് തമാശ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ വേറെ കുടിക്കാൻ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കില്ലേ. അവിടെ കയറിയിട്ട് വീറ് രണ്ട് കുപ്പി വേണോ, രണ്ട് ചിരട്ട വേണമെന്ന് ചോദിക്കാറില്ലല്ലോ. ചമ്മിപ്പോലെ ഇപ്പോൾ തുണിക്കടയിൽ പോയിട്ട് തുണി വേണമെന്ന് പറയും. ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് വേണമെന്ന് പറയാം. അത് ആണെങ്കിലല്ലേ അല്ലെ നമ്മളായിട്ട് നമ്മൾ ചോദിക്കേണ്ടി വരും അല്ലേ. അതിനൊന്നും അമ്പിള്ളേർ സമ്മതിക്കില്ല കേട്ടോ. അതൊന്നും പറ്റൂല എന്ന് പറയും. പിന്നെ പിന്നൊന്നുമില്ല. മുട്ട ഇത് കേൾക്കണം പ്രത്യേകിച്ച്. ശരി ബൈ.